മാമ്പാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ മുൻ പോലീസ് ഉദ്യോഗസ്ഥരുമായ ഫിലിപ്പ് മാമ്പാടിനെ 16 വയസ്സുകാരിയെ മാനസികമായി വെല്ലുവിളി നേടുന്നൊരു 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞൊരു രീതിയിൽ കേസ് വന്നിട്ടുണ്ട്. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ പുള്ളിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പുള്ളിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു ആരോപണമാണ്. ആരോപണത്തിന് കുറ്റം തെളിയണം. അതിന് കോടതിയും പോലീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് അതിന്റെ വഴിക്ക് പോട്ടെ. കുറ്റം തെളിഞ്ഞ് അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അല്ലാത്ത പക്ഷം പുള്ളിയെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ട കാര്യമല്ല. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കാൻ വേണ്ടി വന്ന റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു പോസ്റ്റാണ്. ആ റിപ്പോർട്ടർ ചാനലിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വീട്ടുകാരുടെ ആരുടെയും സമ്മതമില്ലാതെ ഈ പെൺകുട്ടിയെ മാനസികമായി വെല്ലുവിളി നേടുന്ന ഈ പെൺകുട്ടിയെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ടും ഉണ്ടെന്നുള്ളൊരു സൂചന. ആ ഒരു സൂചന മാത്രമേ ഉള്ളൂ. ഇവന്മാർ ഈ എഴുതി വെച്ചേക്കുന്നത് പടച്ചുവിട്ടേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ കണ്ടെന്നുള്ള രീതിയിലാണ് ഇവന്മാർ ഈ എഴുതി വിട്ടേക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതൊരു ആരോപണം മാത്രമായിട്ടേ ഉള്ളൂ. പോലീസിന് തെളിയിച്ചിട്ടില്ല. പോലീസ് തെളിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അദ്ദേഹം കുറ്റവാളിയാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ഇമാതിരി പോക്കൃത്തരങ്ങൾ കാണിക്കേണ്ട ഒരാവശ്യമില്ല. സൂചന, ആ സൂചന എന്നും പറഞ്ഞ് ഇതിപ്പോൾ എത്ര ആൾക്കാരായിരിക്കും ഈ ന്യൂസ് എടുത്ത് നോക്കുന്നത്? സൂചന മാത്രമല്ലേ ഉള്ളൂ, തെളിയിച്ചിട്ടില്ലല്ലോ. തെളിയിക്കട്ടെ, തെളിയിക്കുമ്പോൾ നോക്കാൻ ബാക്കി.